റെസ്പെക്റ്റഡ് ഗാർഡമം പ്ലാന്റേഴ്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് 1000 കിലോ തൊട്ട് 1550 കിലോ വരെ പെർ ഏക്കറിന് സരക്ക് കിട്ടിയ തോട്ടം. ഈ തോട്ടത്തിൽ ഈ വർഷം കൂടെ മിനിമം ഒരു 1200 തൊട്ട് 500 വരെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഈ റൗണ്ട് ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് തുടങ്ങാറായി. സെക്കൻഡ് റൗണ്ടിൽ ഏക്കറിന് ഒരു 320 കിലോ ചരക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഈൽഡ് എങ്ങനെ എടുക്കുന്ന മെത്തേഡ് എങ്ങനെയെന്ന് ഞാൻ പറയാൻ പോവാം. ഇവിടെ മെയിൻ ചെയ്യ വേണ്ടിയ വിഷയം, ലാസ്റ്റ് കൊല്ലം 1350 കിലോ ചരക്ക് കിട്ടിയ ഈ ഫീൽഡിൽ ലാസ്റ്റ് 2024 ഒക്ടോബർ തൊട്ട് നിങ്ങൾ ചെയ്ത ട്രീറ്റ്മെന്റ് ഇപ്പോൾ 2025 ഒക്ടോബർ തൊട്ട് നിങ്ങൾ തിരിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വിവരം നിങ്ങൾക്ക് ഞാൻ പറയാൻ പോവാം. ഒക്ടോബർ ഫസ്റ്റ് വീക്കിനുള്ളിൽ നമുക്ക് എറുമ്പടി തീർത്തിട്ട് ഈ വേർക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന നെമറ്റോഡ്, മീലിബഗ്, വേർപുഴു കൊള്ളാനായിട്ട്, ഫംഗസ് കൺട്രോൾ ആക്കാനായിട്ട് ഒരു അടിപൊളി സാധനം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെനറ്റോഡ്. ഈ മെനറ്റോഡും പിന്നെ വാം പൗഡർ അധിക വേർ ഉണ്ടാക്കാനായിട്ടും മണ്ണിലുള്ള മൈക്രോബ്സ് ഡെവലപ്പ് ആക്കാനായിട്ടും റാഫൽ എന്ന് പറഞ്ഞ ഒരു വാം പൗഡറും ചേർത്ത് 100 മില്ലി മെനറ്റോഡ് 100 ഗ്രാം റാഫൽ ചേർത്ത് ചെടിക്ക് 10 ലിറ്റർ ഞങ്ങൾ ലാസ്റ്റ് കൊല്ലം ഒഴിച്ചായിരുന്നു, ഇപ്പവും ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ വേർ, പക്ക വേർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് നമുക്ക് ഈ വേരിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് സിമ്പ് ഉണ്ടാക്കാനായിട്ട് സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുക്കണം. ഇതുപോലെ സിമ്പ് ഈ സമയം തൊട്ട് നമുക്ക് സിമ്പ് ഉണ്ടാക്കാൻ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ചെയ്താലേ അടുത്ത സീസണിൽ നമുക്ക് പുതിയ ചരത്തോടെ ഈൽഡ് നമുക്ക് ചെടി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് DAP. ഈ നോവ കമ്പനിയുടെ DAP, പൊട്ടാസ്, മൈക്രോന്യൂട്രിയൻസ് ചേർന്ന് ഗ്രീൻ മിറാക്കിൾ, ഈ 4 സാധനം കൂട്ടി നമുക്ക് ഒഴിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആണ് ചിമ്പ് നമുക്ക് കിട്ടും. മിനിമം 30 ചിമ്പ് നമുക്ക് ഒരു വർഷത്തിൽ ചെടിയിലിരുന്ന് ഉണ്ടാക്കിയ മതി. ഈ 30 ചിമ്പ് നല്ല സ്ട്രോങ് ചിമ്പ്, ഇതിലിருந்து വരുന്ന ഈ 3 ചരം, 2 നല്ല ചരം കാണും, 3வது ഒരു ചെറിയ ചരം കാണും. ആവറേജ് ഒരു 35 കൊത്ത് നമുക്ക് ഒരു ചരത്തിലിருந்து ഉണ്ടാകും. ബട്ട് നമുക്ക് ഒരു 20-25 കണക്ക് വെച്ചാലും കൂടെ മൊത്തം 30 ചിമ്പിലിருந்து നമുക്ക് ഒരു 2000 കൊത്ത് ഉണ്ടാക്കാൻ പറ്റും. ഈ 2000 കൊത്ത് ഉണ്ടാക്കിയ മിനിമം നമുക്ക് ഒരു 16 തൊട്ട് 20 കാ വരെ വർഷത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ആവറേജ് നമുക്ക് ഒരു 12 കണക്ക് കൂട്ടാം. 2000 കൊത്ത് ഇൻട്ട് 12 കാ മാത്രം പിടിച്ചാൽ മതി. 24,000 കാ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇങ്ങനെ ഒരു 24,000 കാ മാത്രം നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ അളവ് നമുക്ക് 24 കിലോ പച്ച നമുക്ക് കിട്ടും. ഒരു കാ 1 ഗ്രാം അങ്ങനെ നമുക്ക് കൂട്ടാം. അതിന് മുകളിൽ കൂടെ നമുക്ക് കിട്ടും, കുറവും കിട്ടും. ആവറേജ് ഒരു കായ്ക്ക് 1 ഗ്രാം നമുക്ക് കൂട്ടാം. അപ്പോൾ 24,000 കാ നമുക്ക് ഉറപ്പായിട്ട് എടുക്കാം. 24 കിലോ പച്ച നമുക്ക് കിട്ടും. 20 കിലോ കൂടെ കണക്ക് കൂട്ടിയാലും കൂടെ നമുക്ക് മിനിമം ഒരു 3.5 കിലോ, ഒരു 5.5 ആവറേജ് കണക്ക് കൂട്ടിയാലും കൂടെ, തൂക്കം കൂട്ടിയാലും കൂടെ നമുക്ക് 3.5 കിലോ ചരക്ക് പെർ പ്ലാന്റിലിருந்து നമുക്ക് ഉറപ്പായിട്ട് എടുക്കാം, മാറ്റില്ല. അപ്പോൾ இதுக்கு നമുക്ക് ചെയ്യ വേണ്ടിയ പണി കറക്റ്റ് ഈ കാ സെറ്റിംഗ്, ഡ്രോപ്പിംഗ് ഇല്ലാതെ കാ സെറ്റിംഗ് ആക്കണം. മാസം 2 കാ പിടിച്ചാലും മതി.
കറക്റ്റ് ഒരു 6 മാസം 8 മാസം കാ പിടിച്ചാലും നമുക്ക് ഈ 12 കാ മിനിമം നമുക്ക് സാധാരണ ഈ 12 കാ ഒരു കൊത്തിലിരുന്ന് എടുക്കുന്നത് സാധാരണ. ഇപ്പം കണ്ടാലേ കൂടെ 8 കാ ഉണ്ട്. ഇതിൽ 4 കാ എടുത്ത് വിട്ടാലും അടുത്ത എടുപ്പ് വരുമ്പോൾ തിരിച്ച് നമുക്ക് 8 കാ സുഖമായിട്ട് ഉണ്ടായിടും. അപ്പോൾ 12 കാ എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ ഒന്നും പറഞ്ഞിട്ടില്ല. സോ 24,000 കാ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. ഈ 2000 കൊത്ത് ഉണ്ടെങ്കിൽ ഈ 2000 കൊത്ത് ഉണ്ടാക്കാൻ നമുക്ക് 30 ചിമ്പ് മതി, കൂടുതൽ ചിമ്പും വേണ്ട. അപ്പോൾ നല്ല ഒരു എരമ്പടിക്കണം. കൂടുതൽ വെള്ളം ഇല്ലാത്ത ആൾക്കാർ ഒരു 70% എരമ്പടിച്ചാൽ മതി. നല്ല ഒരു സ്ട്രോങ് ആണ് ചിമ്പ് 30 ചിമ്പ്. ഓക്കെ, ഇത് ചെയ്താൽ മതി. ഇതിൻ്റെ മെയിൻ റീസൺ നമുക്ക് കാ ഡ്രോപ്പിംഗ് ആകാതിരിക്കണം, കായ്ക്ക് നല്ല ബോൾഡ് കിട്ടണം, കളർ കിട്ടണം, വെയിറ്റ് കിട്ടണം. അപ്പോൾ നമുക്ക് മെയിൻ വിഷയം റൂട്ട്സ്. ഈ റൂട്ടിലുള്ള പ്രശ്നം ഈ നെമറ്റോഡ്, മീലിബഗ്, റൂട്ട് ഗ്രബ്സ്, വേരുപുഴു, പിന്നെ ഈ ക്ലംറാട്ട്, ഈ വേരളുകൾ, ഇത് എല്ലാം മൊത്തം കൺട്രോൾ ചെയ്യുന്ന വിഷയം നമുക്ക് മെനറ്റോഡ് ആൻഡ് റാഫൽ. ഇത് രണ്ടും ചേർന്ന് ഒളിക്കുമ്പോൾ കൂടുതൽ വേര് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റെസിസ്റ്റൻ്റ് കൂടുമ്പോൾ നമുക്ക് അളുകൾ ഉണ്ടാകുന്നില്ല, തെട്ടമറിച്ചൽ ഉണ്ടാകുന്നില്ല. പക്കാ കാ സെറ്റിങ്സ് ആകാന മെയിൻ വിഷയം. ഓക്കെ, അപ്പോൾ ഈ മെനറ്റോഡും DAPയും ഈ മാസം നമുക്ക് ഇമ്മീഡിയറ്റ് ചെയ്യണം. ഇപ്പം ചെയ്ത അടുത്ത കൊല്ലത്തിற்குണ്ടാன ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ഫീൽഡിൽ റെഡി ആയിടും. അതോട് ഈ സമയം ഉള്ള സ്ഥലത്തിലുള്ള കാ സെറ്റിംഗ് കണ്ടിന്യൂസ് നമുക്ക് സെറ്റാക. ഇപ്പോൾ നല്ല കാലാവസ്ഥയുണ്ട്, കണ്ടിന്യൂസ് നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ കറക്റ്റ് ഫംഗിസൈഡ് കൂട്ടി മാസം ഒരു പ്രാവശ്യം ഇൻസെക്ടിസൈഡ് കൂട്ടി നമുക്ക് മരുന്ന് പോകണം. അതേപോലെ നമുക്ക് അടിക്കുന്ന മരുന്നും കൂടെ കൂടുതൽ പോയ്സൺ ഇല്ലാതെ മരുന്ന്, കൂടുതൽ ഈ മണം കൂടിയ മരുന്ന് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ തേനീച്ച നമ്മുടെ തോട്ടത്തിൽ പുറത്തെ പോകും, തോട്ടത്തെ വിട്ട് പുറത്തെ പോകും. അപ്പോൾ പാളിനേഷൻ കറക്റ്റ് ചെയ്താലേ നമുക്ക് എടുക്കുന്ന പൂ കൂടുതൽ നമുക്ക് ഒന്ന് സെറ്റിങ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എക്കോ ഫ്രണ്ട്ലി കെമിക്കൽ ഈ നോവ കമ്പനി മാത്രം ചെയ്യുന്നുണ്ട്. നോവ കമ്പനിയുടെ കെമിക്കൽ മാത്രം ഉപയോഗിച്ച ആൾക്കാർക്ക് കൂടുതൽ അറിയും. 30-35 ദിവസം 40 ദിവസം വരെ കൺട്രോൾ കിട്ടുന്ന ഒരേ മരുന്ന് നോവ കമ്പനിയുടെ കെമിക്കൽ മാത്രം. അപ്പോൾ இந்த மாதிரி കെമിക്കൽ എടുത്തിട്ട് അത് കൂടെ ഫംഗിസൈഡ് ചേർത്ത് കറക്റ്റ് അടിക്കുവാണെങ്കിൽ നമുക്ക് ഫിസേരിയം കൺട്രോളും ചെയ്തിട്ട് നമുക്ക് ക്രോപ്പ് പ്രൊഡക്ഷൻ കറക്റ്റ് നമുക്ക് പെസ്റ്റ് ആൻഡ് ഡിസീസിലിருந்து നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. ഒന്ന്, അതുപോലെ ഒவ்வொரு മാസം എല്ലാ മാസവും നമുക്ക് ഫോളിയാർ സ്പ്രേ നമുക്ക് ചെയ്യാം. ഒരു മരുന്ന് അടിച്ചിട്ട് അടുത്ത 25-30 ദിവസം മരുന്നടിക്കാൻ നമുക്ക് റെഡിയാകുമ്പോൾ ഇടയ്ക്ക് ഒരു മിഡിൽ സ്പ്രേ, അതിൻ്റെ ലാസ്റ്റ് ഈ ഫീൽഡിൽ ചെയ്ത ഒരു ഫോളിയാർ മാത്രം ഞാൻ പറയാം. 10-54-10 ഡയമണ്ട് എന്ന് പറഞ്ഞ ഇന്നൊരു പൊട്ടാസ് കൂടിയ ഒരു സാധനം, ജിങ്ക് ബോറാണ്, പിന്നെ സൂപ്പർ 7-8-9 എന്ന് പറഞ്ഞ ഒരു മൈക്രോന്യൂട്രിയൻസ് വിത്ത് ഫുൾ ഫിൽ എന്ന് പറഞ്ഞ ഒരു ഫോർക്ലോറോഫിറൻ ഒരു കെമിക്കൽ. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒരു ഫോളിയർ സ്പ്രേ ഈ ഫീൽഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോട് ഗൂഗ്ലി എന്ന് പറഞ്ഞ ഒരു NPK, കാൽസ്യം, മഗ്നീഷ്യം, സൾഫറോടെ കൂടിയ ഒരു മൈക്രോന്യൂട്രിയൻസ് അത് കൂടെ ചേർത്ത് ഗ്ലൂട്ടാമിക് ആസിഡും ചേർന്ന ഒരു ഗൂഗ്ലി സാധനം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഫീൽഡ് ചെയ്ത ഒരു ഫോളിയർ സ്പ്രേ പറ്റി ഞാൻ പറയാൻ പോവാ. ലാസ്റ്റ് ഒരു 15 ദിവസം മുമ്പ് ഈ ഫീൽഡിൽ ചെയ്ത ഒരു ഫോളിയർ 10-54-10 1 കിലോ, ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു പൊട്ടാസ് കൂടിയ വളം അത് ഒരു 300 ഗ്രാം, പിന്നെ സിങ്ക് 100 ഗ്രാം, ബോറോൺ 100 ഗ്രാം, സൂപ്പർ 7-8-9 എന്ന് പറഞ്ഞ ഒരു മൈക്രോന്യൂട്രിയൻസ് 100 ഗ്രാം,
പിന്നെ ഫുൾഫിൽ എന്ന് പറഞ്ഞ ഒരു ഫാർക്ലോഫിറാൻ ഒരു ഹാർമോൺ 100 മില്ലി കലർന്ന് അടിച്ചിട്ടുണ്ട്. ഇപ്പം 15 ദിവസം കഴിഞ്ഞ് നോക്കിയാലും ഈ 15 ദിവസത്തിൽ 2 കാ പിടിച്ച ഒരു ഫീലിംഗ് ഉണ്ട്. അത്ര സ്പീഡ് ഈ കോമ്പിനേഷൻ. ഇതുപോലെ നമുക്ക് ഒരു മാസത്തിൽ ഒരു ഫോളിയറും കൂടെ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു 16 കാ വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നെമറ്റോഡ് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് DAP ട്രഞ്ചിങ് ചെയ്ത പുറയിൽ നമുക്ക് അടുത്ത ഒരു ട്രീറ്റ്മെന്റ് ഈ സിമ്പെല്ലാം പൊട്ടിച്ചു വന്നതിൻ്റെ പുറയിൽ നമുക്ക് മില നോവ മില എന്ന് പറഞ്ഞ് 12, 11, 18 അങ്ങനെ പറഞ്ഞ് ഒരു ട്രാഡ് എലിമെന്റ്സ് കൂടുതൽ ചേർത്ത ഒരു സാധനം ഉണ്ട്. ഈ സാധനത്തിൻ്റെ സ്പെഷ്യൽ കംപ്ലീറ്റ്ലി സെലക്റ്റഡ് ഫോം. മറ്റ ഈ ഗ്രേഡിലുള്ള സാധനം നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കാൻ മാത്രം പറ്റും, കളക്കി ഒളിക്കാൻ പറ്റിയില്ല. ആൾക്കാർ പറയുന്നുണ്ട് കളക്കി ഒളിക്കാന്ന്, അത് നല്ല റിസൾട്ട് കിട്ടത്തില്ല. ഈ സാധനം ഈ നോവ മില എന്ന് പറഞ്ഞ ഈ സാധനം മാത്രം സെലക്റ്റഡ് ഫോമിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് നമുക്ക് സറത്തിൽ പട്ടാലും കുഴപ്പമില്ല. കൂടുതൽ നാവോട്ടം ഉണ്ടാക്കി നമുക്ക് പൂ എടുക്കും. അപ്പോൾ ഈ സാധനം നമുക്ക് 1 കിലോ, ഇത് കൂടെ MBS അങ്ങനെ പറഞ്ഞ നമുക്ക് ഒരു സീവീഡ്, ഹൂമിക്ക് ആൻഡ് അട്ടാണിക് നാട്ക കളന്ന ഒരു അടിപൊളി ഒരു സാധനം MBS. ഈ സാധനം 200 ഗ്രാം. പിന്നെ ഫോം സൈം അങ്ങനെ പറഞ്ഞ ഒരു ജിബ്രാലിക് കൂടിയ ഒരു മൈക്രോന്യൂട്രിയൻസ്, ജിങ്ക്, മഗ്നീഷ്യം അതെല്ലാം കലർന്ന ഒരു സാധനം ഫോം സൈം, അത് ഒരു 300 മില്ലി. ആൻഡ് ന്യൂട്രി പവർ അങ്ങനെ പറഞ്ഞ ഒരു മൈക്രോന്യൂട്രിയൻസ്. ആ സാധനത്തിലും ഈ ന്യൂട്രി പവറിലും സെലക്റ്റഡ് ഫോമിൽ നമുക്ക് ജിങ്ക്, ബോറാൻ, മാംഗനീസ്, മാലിബ്ഡിനം, കാപ്പർ എല്ലാ സാധനം 8 വകയാണ് മൈക്രോന്യൂട്രിയൻസും ഉണ്ട്. ഈ 4 സാധനം കൂട്ടി നമുക്ക് ശരിക്കും ഒരു 10 ലിറ്റർ ഒഴിക്കുവാണെങ്കിൽ സെറ്റിങ്ങും പക്ക, നേരത്തെ ഉണ്ടായ പൊട്ടിച്ചു വരുന്ന ചിമ്പും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. ഈ ട്രീറ്റ്മെന്റ് നമുക്ക് അടുത്ത് DAPയുടെ അടുത്ത് ചെയ്യുന്ന ഒരു ട്രഞ്ചിങ്. ഈ ബേസ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാ പിന്നെ നമുക്ക് അടുത്ത കൊല്ലം ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ ഈൽഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതോടെ കണ്ടിന്യൂസ് നെക്സ്റ്റ് മന്ത് എന്നാ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഓക്കെ, ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ചെയ്യുന്നത് ചുരുക്കം ഞാൻ ഒപ്പം പറയാം. ഫംഗിസൈഡ് കൂട്ടി ഒരു കോണ്ടാക്ടം സിസ്റ്റമിക് ഫംഗിസൈഡ് കൂട്ടി നോവ ഇൻസെക്ടിസൈഡ് ചേർത്ത് അടിക്കണം. മെനറ്റോഡ് റാഫൽ ചേർത്ത് ഒളിക്കണം. പുറയിൽ നമുക്ക് ഒരു DAP ഒളിക്കണം. ഒരു ഫോളിയാർ സ്പ്രേയും കൂടെ ചെയ്യണം. ഈ DAPന്റെ പുറയിൽ നമുക്ക് നവംബർ ആദ്യം കൂടെ ഇല്ല നേരത്തെ ഒളിച്ച ആൾക്കാരുടെ ഒക്ടോബർ എൻഡിൽ കൂടെ നമുക്ക് ഈ മില കൂട്ടി ഒരു ട്രഞ്ചിങ്ങും കൂടെ ചെയ്യാം. ഈ മാസം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ 1 തൊട്ട് നമുക്ക് 30 വരെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ഇപ്പോൾ ഒരു 4 ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതോടെ ഇടയ്ക്ക് ചാൻസ് കിട്ടിയ ആൾക്കാരുടെ ഒരു ഫോളിയാറും കൂടെ. നെക്സ്റ്റ് മന്ത് എന്താ ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഒവ്വൊരു മാസവും ഇതുപോലെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഞാൻ ഇനി അടുത്ത് തുടർ വീഡിയോ മാസത്തിൽ 1 ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ഫോളോ അപ്പ് ചെയ്ത് വരുവാണെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് ഏക്കറിന് 1000 കിലോ, മിനിമം 1000 കിലോ ചരക്ക് മേലെ നമുക്ക് എടുക്കാൻ പറ്റും. 30 ചിമ്പ്, ഒരു 90 ചരം, ഒരു 2000 കൊത്തുക്ക് 12 കാ, 24,000 കാ
24 കിലോ പച്ചക്ക, മിനിമം 3.5 to 4 കിലോ ചരക്ക് പെർ പ്ലാന്റ്. ഷ്യൂർ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു 1000 കിലോക്ക് മേലെ എല്ലാ ആൾക്കാരും എടുക്കണമെന്ന് ഒരു ആഗ്രഹത്തിൽ ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. ഇനിയും മാസത്തിൽ ഒന്ന് വിടാൻ പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡൻ പ്ലാന്റേഴ്സ്. താങ്ക് യു.